ഞാൻ ഇനി അടുത്താണ് നമ്മുടെ ബാക്ക് പാനലുണ്ട്. ഒരുമാതിരിയില്ല ചൊറി പിടിച്ച പോലെ ആയി. കസ്റ്റമറിന് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് വിടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വിടത്തൊന്നുമില്ല. ഇത് ഒന്നെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഫുള്ളാക്കും, ഇല്ലെങ്കിൽ അവിടെ ബ്ലാക്ക് സ്റ്റിക്കർ അടിച്ചിട്ട് അത് മൊത്തത്തിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാണ്. നമ്മളിൽ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് സ്റ്റിക്കറില്ലേ, അതെടുത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് ലെവൽ നോക്കി കട്ട് ചെയ്ത് വിട്ടാൽ മതി. യാതൊരു പ്രശ്നവുമില്ല, സൂപ്പറായിട്ട് മാറും. അത് ഞങ്ങൾക്ക് ഇതിപ്പോൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്ത് വിട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക്. അത് നിങ്ങൾക്ക് അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി, ഞാൻ ഈ പറഞ്ഞ പരിപാടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഈ ബ്ലാക്ക് സ്റ്റിക്കർ എടുത്തിട്ട് ഫുള്ളായിട്ട് പാനലിൽ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്ത് വിട്ടാൽ മതി, എന്നിട്ട് ഒട്ടിച്ചാൽ മതി. യാതൊരു ഇഷ്യൂ ഇല്ല, സൂപ്പറായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനൊന്ന് എന്തായാലും തീർച്ചയായും ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാനിതാ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൊടുക്കുകയാണ്. സംസാരിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നത് നോക്കിയേ, അതാ കുഴപ്പം. ഓക്കെ, എന്തായാലും ഞാൻ ഈ കൈ വെച്ച് ഇപ്പുറത്താണ് ചെയ്തത്. ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ വളരെ സിമ്പിളായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ബാക്ക് പാനൽ ഡയറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വലുതായിട്ട് ഗമ്മ് വെച്ചില്ല, എന്ന് പറഞ്ഞാൽ നടുക്ക് നല്ല പിടുത്തമുണ്ട്. ആ ഗമ്മ് വെച്ച് തന്നെ ഭയങ്കര പിടുത്തത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് സീറ്റിംഗ് ആവണം, അത്രയേ ഉള്ളൂ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തന്നെ ഈ ബാക്ക് പാനലിൻ്റെ ഗ്ലേസിങ് കണ്ടോ,